നമസ്കാരം സുഹൃത്തുക്കളെ, ശ്രീരാം വാസ്തു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വീടിൻ്റെ കിഴക്ക് ഭാഗം. ഒരു വീടിൻ്റെ കിഴക്ക് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഈ 4 ദിക്ക്. ഈ കിഴക്ക് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിഴക്ക് ഭാഗത്ത് മെയിൻ ഡോറ് വെക്കും. കിഴക്ക് ഭാഗത്ത് മെയിൻ ഡോറ് വെക്കുകയാണെങ്കിൽ മെയിനായിട്ട് കിഴക്ക് ഭാഗത്ത് വടക്കേ ഭിത്തിയിൽ നിന്ന് 1 അടിയോ 2 അടിയോ മാറ്റിയിട്ട് സുഹൃത്തുക്കളെ ഒരു കാരണവശാലും മെയിൻ ഡോർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും ഈ ഭിത്തിയോട് ചേർത്തി ഇങ്ങോട്ട് വെക്കാൻ പാടില്ല, ഈ ഭിത്തിയോട് ചേർത്തി ഇങ്ങോട്ട് വെക്കാൻ പാടില്ല. ഒരു ഭിത്തിയോട് ചേർത്തി വെക്കാൻ പാടില്ല. ഒന്നിലോ 1 അടി 2 അടി തള്ളി വെക്കണം. അതാണ് അതിൻ്റെ ഐശ്വര്യം. ഒരു കാരണവശാലും 4 മൂലയിലുള്ള ഭിത്തിയോട് ചേർത്തി മെയിൻ കട്ടള വെക്കാൻ പാടില്ല. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇവിടെ നമുക്ക് കിണറിൻ്റെ സ്ഥാനമൊക്കെ ഇവിടെ ആക്കാം. ഇതിലെന്ന് വെച്ചാൽ സെപ്റ്റി ടാങ്ക് നമുക്ക് ഈ ഭാഗത്ത് ആവണതിൽ വലിയ ദോഷങ്ങൾ ചെയ്യില്ല. ചില ആൾക്കാർക്ക് സ്ഥല സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയ ദോഷം ചെയ്യില്ല. ഒരു കാരണവശാലും വീടിൻ്റെ ഈ സെൻറ്റർ കണക്കാക്കിയിട്ട് ഈ സെൻറ്ററിൽ നിന്ന് തെക്കോട്ട് മാറ്റിയേ പാടുള്ളൂ. ഈ സെൻറ്ററിൽ നിന്ന് വടക്കോട്ടായിട്ട് തീരെ വരാൻ പാടില്ല. തെക്കോട്ടായിട്ട് വെക്കണതിൽ വിരോധമില്ല. പിന്നെ അതുപോലെ തന്നെ അഗ്നിമൂല, ഇത് അഗ്നിദിശയാണ്. ഈ ഭാഗം അഗ്നിദിശയാണ്, അഗ്നിദിശ. ഈ ഭാഗം ഇവിടെ ഈ ഭാഗങ്ങളിലൊന്നും കിണറുകൾ പാടില്ല. ഇവിടെ ഒന്നും കിണറുകളോ ഇതൊന്നും പാടില്ല. അതുപോലെ തന്നെ സെപ്റ്റി ടാങ്ക് പാടില്ല. ബാത്റൂം പാടില്ല. ഇതൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കും, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ദിശയാണത്. അഗ്നി ഈ ഭാഗത്ത് അടുക്കള, കിച്ചൺ വരേണ്ട സ്ഥാനമാണിത്. അഗ്നിമൂല ഇവിടെ വൃത്തിയും വെടുപ്പായിട്ട് ഉണ്ടാവണം. നമ്മൾ കഴിക്കുമൂല, ഇവിടെ ഈശാന്യമൂല പറഞ്ഞ പോലെ തന്നെ അഗ്നിമൂല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാത്റൂമുകളൊന്നും ഇവിടെ വരാൻ പാടില്ല, വളരെയേറെ ശ്രദ്ധിക്കണം. ഇവിടെ ഈ വീടിൻ്റെ ഈ മൂലയിലൊക്കെ ഈ അടുക്കള വരുന്ന ഭാഗത്തൊക്കെ ബാത്റൂം വന്നു കഴിഞ്ഞാൽ ദുരിതങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് ദുരിതങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് ഈ പറയണതാണ്, അല്ലാണ്ട് നമ്മൾ വെറുതെ അവിടെ വായിച്ച് പറഞ്ഞതല്ല. അനുഭവങ്ങളിൽ നിന്ന് പറയാണ്. അതായത് ഒരു വീടിന്റെ വടക്ക് ഭാഗം, ഒരു വീട്ടിൽ ഒരു 1-2 കുട്ടികൾ, 2-3 എത്ര കുട്ടികളായാലും ആദ്യത്തെ കുട്ടിക്ക് വരുന്നതാണ്. ആദ്യത്തെ കുട്ടി ആണായാലും പെണ്ണായാലും ആ കുട്ടിക്ക് വടക്ക് ഭാഗമാണ് വരിക. വടക്ക് ഭാഗം ആദ്യത്തെ കുട്ടി, ആ വീട്ടിലെ ആദ്യത്തെ കുട്ടി ആണായാലും പെണ്ണായാലും വടക്ക് ഭാഗം ആദ്യത്തെ കുട്ടിക്ക്. രണ്ടാമത് വരുന്ന കുട്ടിക്കാണ് കിഴക്ക് ഭാഗം. ഇവിടെ വരുന്ന ബുദ്ധിമുട്ടുകൾ മുഴുവനും ഇളയ കുട്ടിക്ക്, രണ്ടാമത്തെ കുട്ടിക്ക്, ആണായാലും പെണ്ണായാലും ഇളയ കുട്ടിക്കാണ് അത് കൂടുതൽ ബാധിക്കുക. ഇവിടെ ആദ്യത്തെ കുട്ടി ആണായാലും പെണ്ണായാലും ആദ്യത്തെ കുട്ടിക്ക് ബാധിക്കുക. മൂത്ത മോന് അല്ല മൂത്ത മോള്, ഇതില് അതേപോലെ രണ്ടാമത്തെ മോന്, അങ്ങനെയുള്ളതായിട്ട് വരിക. അതായത് ഓരോ ദിശയ്ക്ക് ഓരോ കുട്ടികളുടെ ഇതുണ്ട്. വടക്ക് ആദ്യത്തെ കുട്ടിക്ക് വടക്ക്, രണ്ടാമത്തെ കുട്ടിക്ക് കിഴക്ക്, മൂന്നാമത്തെ കുട്ടി തെക്ക്, നാലാമത്തെ കുട്ടി പടിഞ്ഞാറ്. ഇങ്ങനെ വരും. കൂടുന്തോറും ഇങ്ങനെ വരിക. ഓരോ കുട്ടികൾക്ക്, ഒരു വീട്ടിലെ ഓരോ കുട്ടികൾക്കുള്ള ദിശകളാണത്. അത് കൂടുതൽ ബാധിക്കുന്നത് അവർക്ക്, അങ്ങനെയുള്ള കുട്ടികൾക്കാണ് കൂടുതൽ ബാധിക്കുക. അപ്പൊ ഈ കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ അഗ്നിമൂലിയിൽ കിണറ് പാടില്ല, ബാത്റൂമുകൾ പാടില്ല. അങ്ങനെ വളരെയേറെ ശ്രദ്ധിക്കണം. ബാത്റൂമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ ബാത്റൂമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകൾക്ക് ഇത് വയറ് ഭാഗമാണ്. വാസ്തു പുരുഷന്റെ വയറ് ഭാഗമാണത്. ഇത് തലഭാഗം, വയറുഭാഗം അങ്ങനെയായിട്ട് വരിക. വയറിന്റെ അസുഖങ്ങൾ, വയറ് സംബന്ധമായിട്ട് ഒരുപാട് അസുഖങ്ങൾ വരും. അതിപ്പോൾ അനുഭവിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുക. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് മെയിൻ ഡോറ്. ഒരു കാരണവശാലും ഇവിടെ മെയിൻ ഡോറ് വെക്കരുത്. വീടിന്റെ അഗ്നിമൂലയിൽ മെയിൻ ഡോർ പാടില്ല. ഫ്രണ്ട് കട്ടള അഗ്നിമൂലയിലെ പാടില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ദോഷം. ഇവിടെ ഒരു വീടിന്റെ മുൻവശം, അതായത് ഫ്രണ്ടേജ്, അഗ്നിമൂലയിൽ ഇവിടെ ഈ
തെക്ക് ഭാഗത്തായിട്ട് മെയിൻ ഡോർ വന്നു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് ആ വീട്ടിലെ കുടുംബനാഥയ്ക്ക് പേരുദോഷങ്ങൾ വരും. അത് നമ്മൾ പറയാൻ പാടില്ല, പേരുദോഷങ്ങളായിട്ട് വരും. അത് വളരെയേറെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് തെക്കും പടിഞ്ഞാറായിട്ട് വിശദീകരിച്ച് പറയുന്നതായിരിക്കും. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഫോൺ നമ്പർ ഉണ്ടാകും, വിളിച്ച് ചോദിക്കുക. വല്ല പ്ലാനിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലാൻ അയച്ചു തരാണെങ്കിൽ ആ പ്ലാനിൽ നമ്മൾ കറക്ഷൻ ലെവലാക്കി കൊടുത്ത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.